സുഡോക്കു എങ്ങനെ കളിക്കാം? വലിയ 9 സമചതുരങ്ങൾ, ഓരോന്നിലും 9 ചെറിയ സമചതുരങ്ങൾ. ഓരോ വലിയ സമചതുരത്തിലും 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ നിറയ്ക്കണം. സംഖ്യകൾ ആവർത്തിക്കുവാൻ പാടുള്ളതല്ല. ഓരോ റോയിലും ഓരോ കോളത്തിലും ഇതുപോലെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ആവർത്തിക്കാതെ ക്രമീകരിക്കണം. നമുക്കൊരു സുഡോക്കു കളിച്ചു നോക്കാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് സ്വയം ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഈ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ റെഡിയാണെങ്കിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് പോയാലോ? ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ബോക്സ് നോക്കുക. ഇതിലെ ആദ്യത്തെ കോളത്തിൽ 2 വരാൻ പാടില്ല. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കോളത്തിലും മൂന്നാമത്തെ റോയിലും. അപ്പോൾ 2 ഫിൽ ചെയ്യാൻ ഈ കാണിച്ച ഒരു സെൽ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 അവിടെ എഴുതാം. ഇനി ഈ ബോക്സ് നോക്കൂ. താഴത്തെ 2 റോകളിലും നടുവിലെ കോളത്തിലും 4 വരാൻ സാധിക്കില്ല. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഈ സെല്ലിൽ നമുക്ക് 4 ഫിൽ ചെയ്യാം. അടുത്തതായി ഈ ബോക്സ് കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമ്പർ 1 വരാൻ സാധ്യതയില്ലാത്ത സെല്ലുകൾ എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നു. 1 വരാൻ സാധ്യതയുള്ളത് ഒരൊറ്റ സെൽ മാത്രമേ ഉള്ളൂ. നമുക്കതിൽ 1 പ്ലേസ് ചെയ്യാം. ഇതേ പ്രൊസീജിയർ അടുത്തതായി കാണിച്ച ബോക്സിൽ നമ്പർ 3 വേണ്ടി ചെയ്തു നോക്കാം. ഒരു സെൽ മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതിൽ 3 ഫിൽ ചെയ്യാം. അടുത്തത് ഈ ബോക്സ് ആണ്. ഇതിന് മുകളിലും താഴെയുമുള്ള 2 ബോക്സുകളിലെ നമ്പർ 4 ശ്രദ്ധിച്ചാൽ ഈ ബോക്സിൽ ആകെ ഒരു സെൽ മാത്രമേ നമ്പർ 4നായിട്ട് ഫ്രീ ആയിട്ടുള്ളൂ. 4 അതിൽ ഫിൽ ചെയ്യാം. ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി വേറെ വല്ല സ്ട്രാറ്റജിയും നോക്കണം. അടുത്തത് അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കുറച്ചധികം സമയമെടുക്കുന്ന ഒരു സ്റ്റെപ്പുമാണ്. എല്ലാ സെല്ലുകളിലെയും പോസിബിളായ എല്ലാ നമ്പേഴ്സും ആ സെല്ലിൽ എഴുതണം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ. ഇതല്പം ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ എക്സ്പേർട്ട് ആകുന്നതോടൊപ്പം ഏതൊക്കെ സെല്ലുകളാണ് ആദ്യം ഫിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ സുഡോക്കു ടേബിൾ നോക്കുക. അതിലെ മാർക്ക് ചെയ്തിരിക്കുന്ന സെല്ലിൽ നമ്പർ 6 മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. നമുക്കവിടെ 6 എഴുതാം. അതോടുകൂടി ആ സെൽ വരുന്ന റോയും കോളവും ബോക്സും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അവിടെയുള്ള എല്ലാ 6നെയും ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിച്ച പോലെ. ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കണം. പോസിബിൾ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തെറ്റ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 6 ഫിൽ ചെയ്ത മറ്റു സെല്ലുകൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതോടെ നമുക്ക് വേറൊരു സെൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമായിട്ട് കിട്ടുന്നു. അത് ഫിൽ ചെയ്ത് നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. 7, 6, 5, 9, 7, 5, 8, 4. കണ്ടോ? ഈ നമ്പേഴ്സ് എല്ലാം നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നോക്കുക. ഒരൊറ്റ ഓപ്ഷൻ മാത്രമായ സെല്ലുകൾ ഒന്നും ഇനി ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ടെക്നിക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ 2 സെല്ലുകൾ നോക്കൂ. 2 സെല്ലിലും 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. 7, 9. അതായത് ഇതിൽ ഒരു സെൽ 7 ആണെങ്കിൽ മറ്റേത് 9 തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബോക്സിൽ 7ഉം 9ഉം വേറെ ഒരു സെല്ലിലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 9 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ റോ നോക്കൂ. ഇതിൽ 9 ആകെ ഒരു സെല്ലിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 4ഉം. അതുകൊണ്ട് തന്നെ 2 നമ്പറുകളും അതാതിടങ്ങളിൽ നമുക്ക് ഫിൽ ചെയ്യാം. അടുത്തതായി ഈ കോളം. ഇതിൽ ഒറ്റ ഓപ്ഷൻ മാത്രമായി സെല്ലുകൾ ഒന്നുമില്ലെങ്കിലും ലാസ്റ്റ് സെല്ലിൽ മാത്രമേ 4 വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സെൽ 4 ആയിരിക്കും. അതുപോലെ ഈ ബോക്സിലും 7 വരാൻ ഒരൊറ്റ സെൽ മാത്രമേ ഉള്ളൂ. നമുക്കതും ഫിൽ ചെയ്യാം. ഇതേ മെത്തേഡ് യൂസ് ചെയ്ത്
നമുക്ക് ഈ റോയിലും നമ്പർ 4 ഇവിടെ പ്ലേസ് ചെയ്യാം. അടുത്തതായി ഈ 2 സെല്ലുകളിലെയും ഓപ്ഷൻസ് സെയിം ആയതുകൊണ്ട് 2ഓ 9ഓ ഈ ബോക്സിൽ വരാൻ സാധ്യതയില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഈ 2 ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ കോളത്തിൽ 7 വരാൻ സാധ്യതയുള്ള ഒരൊറ്റ സെൽ മാത്രമേ ഉള്ളൂ. നമുക്കത് ഫിൽ ചെയ്യാം. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. ഹാർഡായ സുഡോക്കുകളിൽ എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒന്നാണിത്. ഈ റോയിലെ ഈ 3 സെല്ലുകൾ നോക്കൂ. 3, 5, 8 എന്ന 3 ഓപ്ഷൻസ് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 നമ്പേഴ്സ് ഈ റോയിൽ വേറെ എവിടെയും ഉണ്ടാവാൻ പാടില്ല. അതിനാൽ നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റിൽ അവയുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്കിവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഈ സെല്ലിൽ ഒരൊറ്റ ഓപ്ഷൻ നമ്പർ 2 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്കത് ഫിൽ ചെയ്യാം. ഈ കോളത്തിലെ ഈ 2 സെല്ലുകളിലെ ഓപ്ഷൻസ് ആയ 2 നമ്പേഴ്സും സെയിം ആയതുകൊണ്ട് ഈ കോളത്തിൽ വേറെ എവിടെയെങ്കിലും അവ വരികയാണെങ്കിൽ റിമൂവ് ചെയ്യാം. അതുകൊണ്ട് ഈ നമ്പർ 7 ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെല്ലിൽ ഒറ്റ ഓപ്ഷൻ മാത്രം പോസിബിൾ ആവുന്നു, നമ്പർ 9. ഒറ്റ ഓപ്ഷൻ നമ്പറായ 7 ഫിൽ ചെയ്യാം. പിന്നെ ഈ കാണിച്ച പോലെ 8. ഈ കോളത്തിൽ 8 വരാൻ ഒറ്റ സെൽ മാത്രമേ ഉള്ളൂ, ഫിൽ ചെയ്യാം. ഈ 2 സെല്ലുകളിൽ ഒരെണ്ണമെങ്കിലും ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ബോക്സിൽ 1 എവിടെയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്ത 1 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ റോയിൽ 8 ഈസിയായി നമുക്ക് ഫിൽ ചെയ്യാം. തുടർന്ന് 3, 5, 8, 5, 1, 8, 3, 5, 1, 6, 5, 7, 8, 9, 6, 2, 1, 3, 2, 9, 2, 6, 3, 6, 7, 9, 7, 6, 5, 2 and finally 1. നമ്മൾ വിജയകരമായി ഈ സുഡോക്കു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു.